ദിസ് ഇസ് ജസ്റ്റ് അനദർ ഡേ. അതായത് ഇത് വീണ്ടും ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും അതിനു മുമ്പും അതായത് ബ്രിട്ടീഷുകാരുടെ നമ്മളിപ്പം കോളനൈസേഷൻ പീരീഡ് തുടങ്ങി തന്നെ നമ്മൾ കണക്കാക്കപ്പെടേണ്ട ഒരു സംഗതികൾ തന്നെയാണ്. അതായത് മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമം വേഴ്സസ് മത നിയമങ്ങൾ, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്താണ് എന്നുള്ളത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ അടുത്തുണ്ടായിരുന്ന ഈ വിധിയും ഇപ്പൊ പുതിയതായിട്ട് പ്രസന്റ് ആയിട്ട് വന്നിരിക്കുന്ന വിധി. അതായത് പ്രസന്റ് ആയിട്ട് വന്നിരിക്കുന്ന കേസിനകത്ത് വിധിയിലെ ക്രക്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ തലാഖ്, അതായത് ഈ അടുത്ത് ബാൻ ചെയ്തിരിക്കുന്ന ട്രിപ്പിൾ തലാഖ് പ്രകാരം മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീയാണെങ്കിൽ കൂടിയും അവർക്ക് CRPC സെക്ഷൻ 125 അനുസരിച്ചിട്ട് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമായിരുന്നു സുപ്രീം കോടതി അഡ്രസ് ചെയ്തത്. അപ്പൊ ഇത് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമം വേഴ്സസ് ദൈവത്തിന്റെ നിയമം തമ്മിലുള്ള യുദ്ധം ആണ് വീണ്ടും ഇവിടെ കാണുന്നത്. ഇത് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ ഇഷ്യൂ തന്നെ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ ക്വസ്റ്റിനെ കുറിച്ച് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചരിത്രവും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളനൈസ് ചെയ്ത് കഴിഞ്ഞപ്പം അവർ ആദ്യം റിയലൈസ് ചെയ്തൊരു സംഗതി ലെക്സ് ലോക്കി റിപ്പോർട്ടുകൾ എന്ന് പറയും. അതായത് ഒരു കോളനൈസ്ഡ് ആയിട്ടിരിക്കുന്ന രാജ്യത്ത് നിയമങ്ങൾ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. അവരതിനകത്ത് മേക്ക് ചെയ്യുന്ന ഫണ്ടമെന്റൽ ഒബ്സർവേഷൻസ് ഉണ്ട്. അതിനകത്ത് അത് റെഫറൻസ് MTJന്റെ ലീഗൽ ഹിസ്റ്ററിയാണ് അതിനകത്ത് റെഫറൻസ്. അതിനകത്ത് അവർ മേക്ക് ചെയ്യുന്ന ഫണ്ടമെന്റൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ നിയമങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതിക്കോളൂ, രാജ്യത്ത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സിവിൽ നിയമങ്ങൾ യാതൊരു കാരണവശാലും എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന മത നിയമങ്ങൾക്ക് അഗൻസ്റ്റ് ആയി പോകരുത്. ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് നടക്കുന്നത്. ഈ പറഞ്ഞത് കണക്ക് എന്താ പറയാ, അവർ യാതൊരു കാരണവശാലും പേഴ്സണൽ സിവിൽ നിയമങ്ങളിൽ അവരൊരിക്കലും ഇടപെടുന്നത് കുറവായിരിക്കും. അപ്പോൾ മത നിയമങ്ങളാണ് കാലാനുസൃതമായിട്ട് നമുക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യാനന്തര കാലം വരെ മത നിയമങ്ങളാണ് നമുക്ക് ഇങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്തു പോയി. ഇതിനകത്ത് ബാക്കിയുള്ള മതങ്ങളുടെ എല്ലാവരുടെയും കസ്റ്റമറി നിയമങ്ങളായിക്കോട്ടെ, റിലീജിയസ് നിയമങ്ങളായിക്കോട്ടെ എല്ലാം അസെപ്റ്റ് ചെയ്ത്, സിവിൽ നിയമങ്ങളെല്ലാം അസെപ്റ്റ് ചെയ്ത് പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കി വരുന്നുണ്ട്. അതിന്റെ തുടർന്നുണ്ടായിരിക്കുന്ന നിയമങ്ങളാണ് ഹിന്ദു സക്സഷൻ ആക്ട്, ഇന്ത്യൻ മാരേജ് ആക്ട്, ഇന്ത്യൻ സക്സഷൻ ആക്ട്, അങ്ങനെയുള്ള സിവിൽ നിയമങ്ങൾ, പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ, ഡിവോഴ്സ് എങ്ങനെയാണ് പോകേണ്ടത്, കോടതികൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ പാർലമെന്ററി നിയമങ്ങളുടെ പുറത്ത് നിൽക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിക ശരിയത്ത് നിയമങ്ങൾ. 1942 ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് വഴി കേന്ദ്ര നിയമപ്രകാരം തന്നെ ഈ ശരിയത്ത് നിയമത്തിന്റെ എക്സിസ്റ്റൻസിന് ലീഗൽ വാലിഡിറ്റിയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ശരിയത്ത് നിയമങ്ങളുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് നമ്മൾ അതോറിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ നോക്കുന്ന കമന്ററികളാണ് മുള്ളയുടെ മുസ്ലിം ലോ, അല്ലെന്നുണ്ടെങ്കിൽ അലിയാരുടെ മുസ്ലിം ലോ. ഇവരൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഔറംഗസേബിന്റെ സമയത്ത് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഫത്വ ലാലഗീരി, പിന്നെ ഇമാം ഷാഫിയുടെ അൽ റിസാല, പിന്നെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ട്രീറ്റൈസ് ഉണ്ട് സിറാജിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ ഈ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതിന്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻസ് എടുത്തു വെച്ചിട്ടുള്ള എക്സോസ്റ്റീവ് കമന്ററീസ് റിലേ ചെയ്തുകൊണ്ടാണ് നമ്മൾ നിയമങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്തു വരുന്നത്, ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ. ബട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് തന്നെ ഇന്ത്യയുടെ ലീഗൽ ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് തവണ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രൊവിഷൻ, ഒരു ഫണ്ടമെന്റൽ ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു മുസ്ലിം സ്ത്രീയുടെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഷിഹാബുദ്ദീൻ മേത്തർ പറഞ്ഞ ഇദ്ദ പീരീഡിന് ശേഷം മെയിൻ്റനൻസ് ലഭിക്കുവാൻ അവർ അർഹരാണോ അല്ലയോ എന്നുള്ളതാണ് അതിനകത്ത് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. ഇത് ആദ്യമായിട്ട് സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ചിൽ വരുന്നത് ഷാബാനു ബീഗം കേസിനകത്താണ്. അപ്പൊ ഈ കേസിനകത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന ചോദ്യം തന്നെ, ഇവിടെ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ CRPC സെക്ഷൻ 125 ഉണ്ട്. CRPC സെക്ഷൻ 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ നിയമമാണ്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ കാസ്റ്റ്, അതായത് നിങ്ങളുടെ ജാതി, മതം, റിലീജിയൻ തുടങ്ങി ഇത്യാദി സംഗതികൾ നോക്കാതെ, മതാധിഷ്ഠിത പേഴ്സണൽ നിയമങ്ങൾ നോക്കാതെ ഒരു പീനൽ നിയമത്തിലുള്ള പ്രൊവിഷനാണ് 125. അതായത് 125 എന്ന് പറഞ്ഞാൽ CRPC സെക്ഷൻ 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. CRPC സെക്ഷൻ 125 പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരാൾക്ക് അയാളുടെ കുടുംബം, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അതായത് ഭാര്യ, മക്കൾ എന്ന് പറയുമ്പോൾ മൈനർ ചിൽഡ്രൻ ആയിരിക്കണം, മകളാണെന്നുണ്ടെങ്കിൽ അവർ അൺമാരീഡ് ആയിരിക്കരുത്. ഇവരെ നോക്കാൻ കഴിവുണ്ട്, പക്ഷെ ഇവർക്ക് നോക്കാൻ വേണ്ടുന്ന മീൻസ്, അതായത് പൈസ സംബന്ധിയായ സംഗതികൾ കൊടുക്കുന്നില്ല സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കോടതിയെ അപ്രോച്ച് ചെയ്ത്, അതായത് ക്രിമിനൽ കോടതിയെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു ഉത്തരവ് മേടിച്ച് മാസാമാസം ഇത്ര രൂപ ചിലവിന് മേടിക്കാം എന്നുള്ള അവകാശം റിസർവ് ചെയ്തിരിക്കുന്ന പ്രൊവിഷനാണ് സെക്ഷൻ 125. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ നിയമമാണ്. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, റെസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ശരീഅത്ത് നിയമം പറയുന്നുണ്ട്. അതായത് സെപ്പറേറ്റ് ശരീഅത്ത് നിയമത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദ പീരീഡിന് ശേഷം മെയിൻ്റനൻസ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിനകത്ത് ആ ശരീഅത്ത് നിയമത്തിലെ കണ്ടീഷൻ. അപ്പോൾ 125 പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ, അതായത് 125 ഇദ്ദ പീരീഡോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഡിവോഴ്സ് ആയി അണ്ടിൽ ഷീ റീമാരീസ് ഹസ്ബൻഡ് മെയിൻ്റനൻസ് കൊടുക്കാൻ ബാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇദ്ദ പീരീഡിന് ശേഷം മെയിൻ്റനൻസ് കൊടുക്കാൻ ബാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പം 125 CRPC ഈ ശരീഅത്ത് നിയമവും തമ്മിൽ കോൺഫ്ലിക്ട് വരികയാണ്. അങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തുന്നത്. ഷാബാനു ബീഗം, അതായത് ആ കേസിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാബാനു ബീഗം. അതിനകത്ത് 1985 ആ വിധി വരുന്നത്. അപ്പൊ ആ വിധിയിൽ എടുത്തിരിക്കുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CRPC 125 എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഒരു സോഷ്യൽ വെൽഫെയർ ബെനഫിഷ്യൽ ലെജിസ്ലേഷൻ ആണ്. അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത നിയമങ്ങൾക്കും സുപ്രീമായിട്ട് നിൽക്കേണ്ട സാധനമാണ്. കൂടാതെ CRPC 125 എന്ന് പറയുന്ന സാധനം അതായത് മുസ്ലിം പേഴ്സണൽ ലോയും CRPC 125 തമ്മിലുള്ള കോൺഫ്ലിക്ട് വരികയാണെങ്കിൽ കൂടി CRPC 125 പറഞ്ഞിരിക്കുന്ന മെയിൻ്റനൻസിന്റെ കണ്ടീഷൻസ് ആയിരിക്കും പ്രിവലന്റ് ആയിട്ട് നിൽക്കുക. കാരണം അത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന നിയമമാണ്. അപ്പം ഈ ഒരു റാഷണൽ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ശരീഅത്ത് നിയമത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി CRPC 125 ആയിരിക്കും നിൽക്കുന്നത്. അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതുവഴി പോയി കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീക്കും 125 അനുസരിച്ചിട്ട് മെയിൻ്റനൻസ് ചോദിക്കാനുള്ള അവകാശം ഉണ്ടെന്നോ. ഇനി ഈ വിധി വന്നു കഴിഞ്ഞാൽ ഷിഹാബുക്ക പറഞ്ഞത് കണക്ക് വലിയ വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി, ഭരണം താഴെ പോകും എന്നുള്ള വരെയുള്ള സ്ഥിതി ഉണ്ടായി. അപ്പം അത് ആ സോഷ്യൽ ബാക്ക്ലാഷ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1986 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു നിയമം വരുന്നത്. അപ്പോൾ ഈ നിയമത്തിന്റെ പ്രിവലന്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 3 ആണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സ് ആയി കഴിഞ്ഞ സിറ്റുവേഷനിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശം എന്തൊക്കെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണബിൾ മെയിൻ്റനൻസ് എത്രയാണ് കൊടുക്കുന്നതെന്നോ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നോ എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ബേസിക്കലി ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെജിസ്ലേഷന്റെ ഉദ്ദേശവും സെക്ഷൻ 3യുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഡിവോഴ്സ് ആവുന്ന സമയത്ത് ഉള്ള, അതായത് ശരീഅത്ത് നിയമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു ലെജിസ്ലേറ്റീവ് അസെന്റ് കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലംസം എമൗണ്ട് ഈ പറഞ്ഞ ഇദ്ദ പീരീഡിനുള്ളിൽ ഒരു ലംസം എമൗണ്ട് കൊടുത്ത് തീർക്കണം. അത് എത്രയാണെന്നോ എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് പറയുന്നില്ല. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്, അതായത് ഇപ്പം ഈ അടുത്ത് വന്നിരിക്കുന്ന വിധിയിലുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഡ്രസ് ചെയ്ത ചോദ്യം, ഈ അടുത്ത വിധിയിൽ വന്നിരിക്കുന്ന സുപ്രീം കോടതിയിൽ അഡ്രസ് ചെയ്തിരിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെക്ഷൻ 3 അനുസരിച്ചിട്ട് മാത്രമാണോ പോകേണ്ടത്. അപ്പൊ അതിന് അവർ റിലേ ചെയ്തിരിക്കുന്നത് 2001 ഈ 1986 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് വരുന്ന സമയത്ത് തന്നെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചലഞ്ച് ചെയ്തുകൊണ്ട് 2001 തന്നെ സുപ്രീം കോടതിയിൽ ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആ കേസാണ് ഡാനിയൽ ലത്തീഫ് വേഴ്സസ് ആൻഡ് അനദർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പം ഈ കേസിനകത്ത് കൃത്യമായിട്ട് അവർ ലേ ഡൗൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് അവിടെ നിൽക്കട്ടെ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഈ പറഞ്ഞ ലംസം എമൗണ്ട് കൊടുത്താൽ മതി, ഇദ്ദ പീരീഡിന്റെ മെയിൻ്റനൻസിനുള്ള സമയത്ത് തന്നെ കൊടുത്തേച്ചാൽ മതി. പക്ഷെ എന്നിരുന്നാലും ഷാബാനുവിന്റെ കേസിലെ വിധി അപ്പോഴും മാറുന്നില്ല. ഇദ്ദ പീരീഡ് കഴിഞ്ഞിട്ട് മാസാമാസം മെയിൻ്റനൻസ് ചോദിക്കാനുള്ള അവകാശം ഈ പറഞ്ഞ CRPC സെക്ഷൻ 125 അനുസരിച്ച് തന്നെ ക്ലെയിം ചെയ്യാനുള്ള അവകാശം അവിടെ കിടക്കും. അപ്പം ഈ ഡാനിയൽ ലത്തീഫ് ആൻഡ് അനദർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ 2001 പാസ്സാക്കിയിരിക്കുന്ന ഈ വിധിയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ അടുത്ത് വന്നിരിക്കുന്ന വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റീട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇതൊരു സോഷ്യൽ വെൽഫെയർ ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻ ആണ്. തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവിടെ അവകാശങ്ങൾ തീരുന്നില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതാണ്. 125 CRPC അനുസരിച്ചിട്ടുള്ള നിയമം മത നിയമത്തിനേക്കാൾ സൂപ്പർസീഡ് തന്നെ ചെയ്തു. കാരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും വെൽഫെയറിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന നിയമം ഇതാണ്. ഇതിന്റെ ഒരു ലീഗൽ ഹിസ്റ്ററി, ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഹാസ് ഹാപ്പൻഡ്. ദിസ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദി ഇഷ്യൂ. ഇതൊരു ഒരുപാട് വിഷയങ്ങളിൽ ജസ്റ്റ് ഒരു വൺ ഓഫ് ദി ഇഷ്യൂ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ തവണ സുപ്രീം കോടതി അഡ്രസ് ചെയ്യപ്പെട്ട വിഷയവും ഇതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്.